ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 20ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. എന്നാ പിന്നെ അത് പോയി കണ്ടിട്ട് നമുക്ക് കഥയിലോട്ട് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗെയിമാണ് കേട്ടോ. ആ ഗെയിമിൽ ആദ്യം പങ്കെടുക്കാൻ ചെല്ലുന്നത് സീനിയർ പെൺകുട്ടിയാണ്. ഇതേ നേരം അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് കേറല് അത് ഭയങ്കര ഡേഞ്ചറാണ്. എന്നാൽ അത് അവൾ കേൾക്കാതെ വീണ്ടും ആ ഗെയിമിലോട്ട് കയറുകയാണ്. അപ്പൊ ആ കൂട്ടി കയറിയ ഉടനെ പെട്ടെന്ന് തന്നെ ആ വാതിലങ്ങ് അടയുകയാണ്. ഇതിനുശേഷം ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഒരു ക്യാരക്ടറാണ് സീനിയർ പെൺകുട്ടി എടുത്ത് ചോദ്യം ചോദിക്കുന്നത്. അതിന് ഉത്തരം തെറ്റിച്ച് പറയുകയാണെങ്കിൽ, അതായത് കള്ളം പറയുകയാണെങ്കിൽ അവളെ എന്തായാലും കൊന്നു കളയും. അവള് പണിഷ്മെന്റ് അർഹിക്കപ്പെടും. അതുകൊണ്ട് സത്യം മാത്രമേ പറയാവൂന്ന് ആ ക്യാരക്ടർ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, നീ മറ്റുള്ളവരെ കാട്ടിയും വലിയ ആളായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോന്ന്. അതിന് ഉത്തരമായിട്ട് സീനിയർ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുമാത്രമല്ല സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റും കൂടാണ്. അപ്പം ഞാൻ മറ്റുള്ളവരെ കാട്ടിയും വലിയൊരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനുശേഷം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, അതായത് ഈ കൂട്ടത്തിൽ നിനക്ക് ആരെങ്കിലും ഇഷ്ടമല്ലാത്തതുണ്ടോ, വെറുക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതിന് ഉത്തരമായിട്ട് പറയാണ്, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, ആരെയും എനിക്ക് ഇഷ്ടമല്ലാത്തതില്ലാന്ന്. പക്ഷെ നമുക്കറിയാം സീനിയർ പെൺകുട്ടിക്ക് ഹീറോയിനെ ഇഷ്ടമല്ലാന്ന്. അപ്പൊ അവൾ ഇവിടെ കള്ളം പറയാണ്. പെട്ടെന്ന് തന്നെ അവൾ നിന്ന തൊട്ട് മണ്ടയിലായിട്ട് ഒരു കറണ്ട് പാസ് ചെയ്ത് പോവാണ്. ആ കറണ്ട് താഴോട്ട് വന്ന് ഈ സീനിയർ പെൺകുട്ടിയുടെ ദേഹത്തടിക്കുകയാണ്. സീനിയർ പെൺകുട്ടി വെറും ചാരമായിട്ട് മാറിപ്പോവാണ്. ഇത് കണ്ടു നിന്ന എല്ലാവരും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. എന്തായാലും അവരെല്ലാരും കൂടെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുത്തത് ആര് കയറണമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഹീറോയിൻ ചെല്ലുകയാണ് കയറാനായിട്ട്. അപ്പൊ അങ്കിളാണെങ്കിൽ അവളുടെ പിറകെ കയറല്ലെന്ന് പറഞ്ഞ് ചെല്ലുന്ന നേരം രണ്ടുപേരും ആ കൂട്ടിൽ പെട്ടുവാണ്. ഹീറോയിനും പെട്ടുപോകുന്നുണ്ട്, അങ്കിളും പെട്ടുപോകുന്നുണ്ട്. പക്ഷേ ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത് ഹീറോയിനെയാണ്. ഹീറോയിന്റെ അടുത്താണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഹീറോയിന്റെ അടുത്ത് ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന്. അതിന് ഉത്തരമായിട്ട് ഹീറോയിൻ പറയുന്നത് അതേന്നാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിന്റെ അമ്മ കാർ ഇടിച്ചിട്ട് മരിക്കുന്നതായിട്ട്. പണ്ട് ഏതോ ഒരു കാർ ആക്സിഡന്റിലാണ് അവളുടെ അമ്മ മരിച്ചുപോയത്. അത് നമ്മളെ കാണിക്കുകയാണ്. വീണ്ടും ക്യാരക്ടർ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, അതായത് നിന്റെ അമ്മ മരിക്കാൻ നീയാണോ കാരണമായത്? അതിന് ഉത്തരമായിട്ട് ഹീറോയിൻ പറയാണ് അതേന്ന്. നമുക്കറിയില്ല എന്തോ സംഭവം, പക്ഷേ ഹീറോയിൻ അതേന്ന ഉത്തരം പറയുന്നത്. ആ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. എന്തായാലും മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരെയാണ്? അപ്പൊ അതിന് ഹീറോയിൻ ഉത്തരം പറയുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഹീറോയിന്റെ കുട്ടിക്കാലത്ത്. അതായത് ഹീറോയിന്റെ അച്ഛനും അമ്മയായിട്ടുള്ളൊക്കെ ഫ്ലാഷ് ബാക്ക് ആണ്. എന്താണെന്നറിയില്ല, അതാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ ഹീറോയിൻ ഇതിന് ഉത്തരം പറയുന്നില്ല. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഈ കൗണ്ട് ഡൗൺ തീരുവാണെങ്കിൽ അവൾ എന്നിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവൾ എന്തായാലും ശിക്ഷിക്കപ്പെടും. അത് ഈ ക്യാരക്ടർ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാലും ഹീറോയിൻ ഉത്തരം പറയുന്നില്ല കേട്ടോ. അങ്ങനെ ആ കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ആവുകയാണ്. ഹീറോയിൻ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനെ പണിഷ്മെന്റ് ചെയ്യാൻ പോവാണ്. അവർ നിന്നിരുന്ന ആ സ്ഥലമില്ല, അതിന്റെ താഴെ ഭാഗം തുറക്കപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ അങ്കിളും ഹീറോയിനും കൂടെ താഴെ ചെന്ന് വീഴുകയാണ്. ഒരു ടണൽ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു ഗുഹ എന്നൊക്കെ പറയാം. പക്ഷെ നല്ല വലിപ്പമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്കിള് താഴെ വീണപ്പോഴാണെങ്കിൽ നല്ലൊരു വീഴ്ചയാണ് വീഴുന്നത്. പുള്ളിക്കാരന് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു രീതിയിലായി. എന്തായാലും ഹീറോയിൻ അങ്കിളിനെ പിടിച്ചെണീപ്പിക്കുകയാണ്. ഹീറോയിനാണ് അങ്കിളിനെ പിടിച്ചോണ്ട് പോകുന്നത് നടക്കാനായിട്ട്. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടരെയാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ ആ ക്യാരക്ടറിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, എന്താടാ കാണിച്ചെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഹീറോയിനൊക്കെ എന്തെന്ന് ചോദിക്കുകയാണ്. ഇതേ നേരം ക്യാരക്ടർ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, അവരെ താഴെ ഒരു ടണലിലാണ് കൊണ്ടുപോയത്. അവിടെ ഒരു വാതിലുണ്ട്, ആ വാതിൽ അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം. ഇനി അവരത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവർ അതിനകത്ത് കിടന്ന് ചത്തുപോകും. പക്ഷെ നിങ്ങൾ ഗെയിം കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതും പറഞ്ഞിട്ട് ക്യാരക്ടർ ഓരോരുത്തരത്ത് ഗെയിം കളിക്കാൻ പറയുകയാണ്. ഇതിനുശേഷം ഹീറോയിനെ അങ്കിളിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവർ രണ്ടുപേരും ആ ഗുഹയിൽ കൂടെ നടക്കുന്ന നേരത്ത് കുറെ കമ്പൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ കമ്പെല്ലാം മുറിഞ്ഞു മുറിഞ്ഞ് തറയിലോട്ട് വീഴാൻ തുടങ്ങുകയാണ്. ഒരു സൈഡ് കൊണ്ടങ്ങ് പൊളിഞ്ഞു വരികയാണ്. അപ്പൊ എന്താന്ന് നോക്കുമ്പോഴാണ് ഒരു നൂൽക്കമ്പി ഉണ്ടല്ലോ, പലതവണയായിട്ട് കെട്ടിയിട്ട്, അത് നല്ല മൂർച്ചയുള്ള നൂൽക്കമ്പിയാണ്. അതാണെങ്കിൽ ഇവരുടെ അടുത്തോട്ട് വരികയാണ്. അപ്പൊ തൊട്ട് ഫ്രണ്ടിലുള്ള എല്ലാത്തിനെയും അത് നശിപ്പിച്ചിട്ടാണ് വരുന്നത്. ഇത് ഹീറോയിനും അങ്കിളിനും മനസ്സിലാവുകയാണ്. അവർ പെട്ടെന്ന് അവിടെ ഓടുകയാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. അടുത്തത് ഹീറോയാണ് ഗെയിമിലോട്ട് കയറേണ്ടത്. അപ്പൊ ഹീറോ ഗെയിമിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ ഹീറോന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിനക്ക് 19th ഫ്ലോർ എന്ന ഗെയിമിനെ കുറിച്ച് കുറെ സീക്രട്ട് അറിയാമോ? അതായത് എവരെ കാട്ടി നിനക്ക് അറിയാമോ? നീ അതിനെ വല്ല സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടോന്ന്. അപ്പൊ അതിന് ഉത്തരമായിട്ട് ഹീറോ പറയുന്നത് അതേന്നാണ്. അപ്പൊ ഇത് കേട്ട നേരത്ത് എല്ലാവരുടെ മുഖഭാവം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഹീറോ ഇവരെ ചതിക്കുകയാണെന്നാണ്. എന്തായാലും ഹീറോന്റെ അടുത്ത് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അവനെ വന്നിട്ട് ഗെയിമിൽ നിന്ന് ജയിപ്പിച്ച് പുറത്തിറക്കുകയാണ്. ഇതിനുശേഷം ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ഗെയിമാണ് കേട്ടോ. അങ്ങനെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഗെയിമിലോട്ട് കടക്കുകയാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടി എടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. അതായത് 19th ഫ്ലോർ എന്ന ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടിയാൽ നീ രക്ഷപ്പെടുമോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ മരിക്കും, നീ മാത്രം രക്ഷപ്പെടും. എന്നാൽ വേറൊരു ഓപ്ഷൻ കൂടെ തരാം. അതായത് നീ മരിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നിനക്ക് രക്ഷപ്പെടുത്താം. നീ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് ഇൻഫ്ലുവൻസർ
പെൺകുട്ടി പറയാണ് ഞാൻ മരിച്ചിട്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെടുത്തുമെന്ന്. എന്നാൽ ആ ക്യാരക്ടർ വാൺ ചെയ്യാണ്, കള്ളം പറയുകയാണെങ്കിൽ നീ ഉറപ്പായിട്ടും പണിഷ്മെന്റ് അർഹിക്കപ്പെടുമെന്ന്. പക്ഷെ അവസാന നിമിഷം വരെയും ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയുന്നത് ഞാൻ മരിച്ചിട്ട് അവർ രക്ഷപ്പെടുത്തുമെന്നാണ്. ഇതേ നേരം തന്നെ തൊട്ട് മണ്ടേ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ ചാരമാക്കുമെന്ന് പറയുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവസാന നിമിഷത്തിൽ ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയാണ് അവരെ കൊന്നിട്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. അപ്പൊ ഈ ആൻസർ ക്യാരക്ടർ സത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്. എന്തായാലും ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഗെയിം ജയിച്ചിട്ട് പുറത്തിറങ്ങി വരികയാണ്. ഇതിനുശേഷം ഗെയിം കളിക്കേണ്ടത് ഷോർട്ട് ഹെയർ ആണ് കേട്ടോ. അങ്ങനെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ ആ കൂട്ടിൽ കയറാണ് ഗെയിം കളിക്കാനായിട്ട്. അപ്പൊ ഷോർട്ട് ഹെയറിനോടുള്ള ആദ്യത്തെ ചോദ്യം തന്നെ നീ ഫാൻ ബോയിനെ ഒരു ശല്യക്കാരനായിട്ടാണോ കാണുന്നതെന്ന്. അതിന് ഉത്തരമായിട്ട് ഷോർട്ട് ഹെയർ പറയാണ് അതേന്ന്. അപ്പൊ ആ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് നീ ഫാൻ ബോയിനെ ബോയ് ഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അപ്പൊ ഇതിനുള്ള ഉത്തരം ഷോർട്ട് ഹെയറിന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതേ നേരം ഫാൻ ബോയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അവന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. കാരണം അവനൊരു ശല്യക്കാരനാണെന്ന് അവൾ പറഞ്ഞില്ലേ. എന്തായാലും ഷോർട്ട് ഹെയർ ഉത്തരം പറയാൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഫാൻ ബോയ് ഇടപെടുകയാണ് കേട്ടോ. ഫാൻ ബോയ് കയറി ആ ക്യാരക്ടറിന്റെ അടുത്ത് വഴക്കിടുകയാണ്. അപ്പൊ ഫാൻ ബോയ് ആണെങ്കിൽ ഈ ക്യാരക്ടറിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പറയാണ് ശരിയാ ഞാനൊരു ശല്യക്കാരനായിരിക്കും, പക്ഷെ എനിക്ക് ഷോർട്ട് ഹെയറിനെ ഇഷ്ടമാണ്, അതാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. നീ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ ക്യാരക്ടറെ? നീ വെറും ഒരു മെഷീൻ അല്ലേ? നീ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ? നിനക്ക് സ്നേഹം എന്താണെന്നെങ്കിലും അറിയാമോ? നിനക്ക് മറ്റുള്ളവരെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. നീ വെറും ഒരു വേസ്റ്റ് ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഫാൻ ബോയ് ദേഷ്യപ്പെടുകയാണ്. ഇതിനുശേഷം ഹീറോയിനെയും അങ്കിളിനെയും കാണിക്കുകയാണ് കേട്ടോ. അവരാണെങ്കിൽ പേടിച്ചോടി ഒരു സ്ഥലത്ത് വന്ന് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ആ നൂൽക്കമ്പി രണ്ട് സൈഡിൽ നിന്നും വരുവാണ്, രണ്ടിടത്തോട്ടും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സൈഡ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് നൂൽക്കമ്പി ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറുകയാണ്. ആദ്യം കയറുന്ന അങ്കിളാണ്, പിന്നെ ഹീറോയിനാണ് കയറുന്നത്. അപ്പൊ ഹീറോയിൻ കയറുന്ന സമയത്ത് അവളുടെ കാലാണെങ്കിൽ ജസ്റ്റ് അവിടെ കുടുങ്ങി പോവാണ്, കയറാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ എങ്ങനെയൊക്കെയോ അവൾ ആ കാലെടുത്തിട്ട് അകത്ത് കയറുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞ നേരത്ത് അവർ തിരിച്ചെണീച്ച് പോവുകയാണ്. പക്ഷെ ഹീറോയിന് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അങ്കിള് നോക്കുകയാണ് അവളുടെ കാലിന് എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് അവളുടെ കാലിൽ നല്ലൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ അവളുടെ കാല് കുടുങ്ങിയില്ലായിരുന്നു. അപ്പൊ കമ്പിയം കണ്ട വന്ന് അടിച്ചതാണ്. അങ്ങനെ നല്ല ബ്ലീഡിങ് ആവുന്നുണ്ട്. അങ്കിളാണെങ്കിൽ അങ്കിളിന്റെ ഷർട്ട് കീറിയിട്ട് അവളുടെ കാലിൽ മുറിവിന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇതിനുശേഷം ഹീറോനെയും കൂട്ടരെയും കാണിക്കുകയാണ്. അവിടെ ഫാൻ ബോയ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ക്യാരക്ടറിനോട് പറയാണ് ഇനി തൊട്ട് നിങ്ങളുടെ ഒരു ചോദ്യത്തിനും ഞങ്ങൾ ആരും ഉത്തരം തരത്തില്ല, നീ നിന്റെ പണി നോക്കാൻ പറയും. എന്നിട്ട് ഷോർട്ട് ഹെയറിനോട് ചെന്ന് പറയാണ് നീ പേടിക്കണ്ട, നീ എന്നെ വിശ്വസിച്ചോ, ഇനി തൊട്ട് നീ ഉത്തരം പറയേണ്ട കാര്യമില്ലാന്ന്. ഇതേ നേരം തന്നെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവളുടെ കൈ കൊണ്ട് ഫാൻ ബോയുടെ കയ്യിൽ തൊടുകയാണ് കേട്ടോ. ആ നെറ്റിന് അപ്പുറം ഇപ്പുറം നിന്നിട്ട്. അതായത് ഷോർട്ട് ഹെയറിനും അവന് ഇഷ്ടമാണ്, അവന് തിരിച്ചും ഇഷ്ടമാണ്. പക്ഷേ ഇവരിപ്പോ പ്രണയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ. ഇതേ നേരം ഹീറോ ചിരിച്ചോണ്ടൊരു കാര്യം പറയാണ് ക്യാരക്ടറിന്റെ അടുത്ത്, ഇവിടെ നടക്കുന്ന എല്ലാം കള്ളമാണെന്ന്. എന്നിട്ട് ചോദിക്കുകയാണ് ക്യാരക്ടറിനോട്, അതായത് ഈ ഗെയിമിൽ ഒരു റൂളും ഇല്ല ക്യാരക്ടറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ലെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഹീറോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇവിടെ ഉള്ള ലൈ ഡിറ്റക്ടർ ഒറിജിനലായിട്ട് ലൈ ഡിറ്റക്ട് ചെയ്യുമെന്ന്. എന്നാൽ അതിന് ഉത്തരമായിട്ട് ആ ക്യാരക്ടർ പറയുന്നത് ഇല്ല എന്നാണ്. അപ്പം ഇതെല്ലാം കള്ളത്തരമാണ്. അപ്പൊ ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതുവരെ നടന്നതെല്ലാം ഒരു ഡ്രാമയാണ്. കാരണം മനുഷ്യന്റെ ഇമോഷൻസ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനിലൂടെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുമാത്രമല്ല നിങ്ങളെ കൊല്ലാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ മനുഷ്യൻ ഏത് ഉത്തരം പറയുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, അത് പ്രഡിക്റ്റബിൾ അല്ല. ഇതേ നേരെ ക്യാരക്ടർ ചോദിക്കും നിന്റെ എവിഡൻസ് ഉണ്ടോന്ന്. അപ്പൊ ഹീറോ പറയും ഉണ്ട്, കാരണം ഈ ഗെയിമിന്റെ ഇടയിൽ വെച്ച് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണെങ്കിൽ ആദ്യം പറഞ്ഞില്ലായിരുന്നു കൂട്ടിക്കേറിയ സമയത്ത് ഞാൻ എല്ലാരെയും കൊന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അത് അവളെ മരണത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. സമാധാനമായിട്ട് ചോദിക്കുവാണെങ്കിൽ അവൾ ഉത്തരം പറഞ്ഞാൽ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ട് അവൾ മരിക്കുകയാണ്. കാരണം ഷോർട്ട് ഹെയറിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞോളാന്ന്. അതായത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തിട്ട് ഷോർട്ട് ഹെയറിനെ രക്ഷിക്കാൻ നോക്കിയായിരുന്നു ഈ ഗെയിമിൽ തന്നെ. അത് നമ്മളെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുകയാണ്. കാരണം ഷോർട്ട് ഹെയറിനെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഒരു ഫ്രണ്ടായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ അവൾ ചിന്തിച്ചത്. ഇത് പറഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ ഹീറോ ടോർച്ചർ ചെയ്യാണ് കേട്ടോ, തിരിച്ച് ടോർച്ചർ ചെയ്യാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഇവിടെ തോറ്റു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹീറോ പറയുകയാണ് പണിഷ്മെന്റ് ആയിട്ട് ഹീറോയിനെയും അങ്കിളിനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന്. അപ്പൊ ക്യാരക്ടർ തോറ്റല്ലോ. അപ്പൊ ക്യാരക്ടർ പറയാണ് കൺഗ്രാജുലേഷൻ, നിങ്ങൾ ജയിച്ചു. അപ്പൊ നിങ്ങൾക്ക് അങ്കിളിനെയും ഹീറോയിനെയും തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ അങ്കിളും ഹീറോയിനും ഈ ഡോറിനപ്പുറം എന്ന് പറഞ്ഞിട്ട് തൊട്ട് സൈഡിലുള്ള ഒരു ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഇതിനുശേഷം അങ്കിളിനെയും ഹീറോയിനെയും കാണിക്കുകയാണ് കേട്ടോ. ഹീറോയിന് ഒട്ടും ബോധമില്ല, അവള് തലയിറങ്ങിയാണ് പോകുന്നത്. കാരണം അത്രയും ബ്ലീഡിങ് സംഭവിച്ചിട്ടുണ്ടാവണം. അപ്പൊ അവൾ ഉറങ്ങിപ്പോവാതിരിക്കാൻ അങ്കിള് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അങ്കിളിന്റെ ജീവിത കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്കിളിനും ഹീറോയിന്റെ പ്രായമുള്ളൊരു മോളുണ്ട് കേട്ടോ, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയോ അവര് ആ ഡോറിന്റെ അവിടെ വരികയാണ് പുറത്തിറങ്ങാനുള്ള. എന്തായാലും അതെങ്ങനെ തുറക്കണമെന്ന് ആർക്കും അറിയത്തില്ലല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഹീറോയിന് വയ്യാത്തതുകൊണ്ട് ഹീറോയിന് ഒരു സൈഡിൽ കൊണ്ടിരുത്തി
സമയത്താണ് അങ്കിള് പോയിട്ട് ആ ഡോറ് തുറക്കാൻ നോക്കുകയാണ്. ആ ഡോറാണെങ്കിൽ പാസ്വേഡ് അടിച്ചിട്ടേ തുറക്കാൻ പറ്റും. അപ്പോൾ ഈ അങ്കിൾ ആണെങ്കിൽ നേരെ ചെന്നിട്ട് ആ പാസ്വേഡ് അടിക്കുന്ന പെട്ടി ഇങ്ങ് ഊരിയെടുക്കുകയാണ്. എന്നിട്ട് കണക്ഷൻ എല്ലാം മാറ്റി കൊടുക്കുകയാണ് അതിനകത്തുള്ള. അത് ഈ അങ്കിളിന് എങ്ങനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ അത് റിവീൽ ആവുമായിരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ അങ്കിൾ ഇതെല്ലാം ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം ആ ഡോറ് അൺലോക്ക് ആവുകയാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഹീറോയും കൂട്ടരും ഉണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ് ഹീറോയിൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്കിള് പറയും ഹീറോയിൻ ദാ അവിടെ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ഓടി വരികയാണ്. പക്ഷേ ഹീറോയിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹീറോയിന് ഇപ്പം ബോധം വന്നിട്ടുണ്ട് അവിടെ കൊണ്ട് ഇരുത്തിയ നേരത്ത്. അങ്ങനെ എന്തായാലും ഗെയിമൊക്കെ കഴിയാണ്. പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഹോസ്പിറ്റലിൽ സീനിയർ പെൺകുട്ടി കോമയിൽ കിടക്കുകയാണ് കേട്ടോ. ഈ സീനിയർ പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹീറോയാണ്. അപ്പോൾ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതേ നേരം ഹീറോ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. ഇത് വെറുതെ ഒന്നും കോമയിൽ പോയതല്ല, അവൾ ഗെയിം കളിച്ചിട്ട് കോമയിൽ പോയതാ. ഇതിന് കാരണം ടിയാൻജി എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് ഈ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കമ്പനിയാണ് മൈക്രോടെക്. അതുമായിട്ട് ടൈപ്പ് ഉള്ള കമ്പനിയാണ് ടിയാൻജി. അവർക്ക് കോമണൻസ് കൊടുക്കുന്ന കമ്പനിയാണ് മൈക്രോടെക്. അപ്പോൾ ഇതെല്ലാം ഹീറോ പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രമല്ല ഈ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കമ്പനിയിൽ ഒരു മെഷീൻ ഉണ്ട്, അത് കിട്ടുവാണെങ്കിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ അത് തരുമോന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ പറയാണ് അത് സാരമില്ല, നിനക്ക് തരാന്ന്. എന്തായാലും നീ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരെയും രക്ഷിക്കണം, പ്രത്യേകിച്ച് സീനിയർ പെൺകുട്ടീനെ. ഇതിനുശേഷം ഹീറോ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയും ഷോർട്ട് ഹെയറിനെയും ഫാൻ ബോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ കോളേജിന്റെ പരിസരത്തിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അവൾ കരയാണ്. കാരണം അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾ കാരണമാണ് സീനിയർ പെൺകുട്ടി കോമയിൽ പോയെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് കുറ്റബോധം അടിച്ചിട്ട് കരയാണ്. അപ്പോൾ ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. സാരമില്ല, അത് നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ ക്ലാസ്സിന് പറഞ്ഞു വിടുകയാണ്. ഇതിനുശേഷം ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഫാൻ ബോയ് എടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്രണയിച്ച് നടക്കാനുള്ള സമയമില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലല്ല നിൽക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന്. അപ്പം നീ ഇനി തൊട്ട് എൻ്റെ പിറകെ നടക്കാൻ പാടില്ല. എന്തായാലും ഫാൻ ബോയ് വലുതായിട്ട് വിഷമിക്കുന്നില്ല. കാരണം നല്ല രീതിയിലാണ് അവനെ റിജക്ട് ചെയ്തത്. സാധാ രീതിയിൽ. കാരണം വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ലല്ലോ. അവനോട് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് അവൾ റിജക്ട് ചെയ്തത്. കാരണം അവൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് റിജക്ട് ചെയ്തത്. എന്തായാലും അവരെല്ലാവരും കൂടെ ക്ലാസ്സിൽ പോവാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ക്യാൻറ്റീനിൽ വന്നേക്കാണ്. തൊട്ട് ഫ്രണ്ടിൽ അങ്കിൾ ഉണ്ട് കേട്ടോ. അങ്കിളിന്റെ ഫുഡ് വാങ്ങിച്ചിട്ട് അവൾ അവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. ഇതേ നേരം അങ്കിള് ഒരു ഡയറിയിൽ എന്തോ നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഹീറോയിന് ചെറിയൊരു ഡൗട്ട്. കാരണം ഈ ഷെഫായിട്ടുള്ള അങ്കിളിന് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ പരിപാടി അറിയാവുന്നത്. അപ്പൊ അങ്കിള് കഴിഞ്ഞ ഗെയിമിൽ നിന്ന് ഹീറോയിനെ രക്ഷിച്ചില്ലായിരുന്നു. അത് ചെന്നിട്ടാണെങ്കിൽ നേരെ ആ പാസ്വേഡ് അടിക്കുന്ന പെട്ടി ഇങ്ങ് ഊരിയെടുത്ത്. സാധാരണ ഒരാൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അപ്പൊ ഹീറോയിൻ അതോർത്ത് അങ്കിളിന് ഡൗട്ട് അടിക്കുകയാണ്. ഇതേ നേരം അങ്കിളിന്റെ കൂടെയുള്ള ഒരു സ്റ്റാഫ് വന്ന് വിളിക്കുകയാണ് പ്ലേറ്റ് കഴുകാനായിട്ട്. അങ്ങനെ അങ്കിൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോയിൻ ആ ഡയറിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ ഡയറി എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പക്ഷേ അവിടെ കയറണമെങ്കിൽ ഒരു കാർഡ് വെച്ചിട്ട് കയറാൻ പറ്റും. അത് ഈ എംപ്ലോയീസിൻ്റെ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റാഫ് ആണെങ്കിൽ എങ്ങനെയൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് കയറുകയാണ്. അപ്പോൾ ആ ഡോർ അടയാതെ ഹീറോയിൻ പിടിച്ചു നിർത്തുകയാണ്. ഇതിനുശേഷം അവൾ അകത്തോട്ട് എത്തി നോക്കി നിൽക്കുന്ന നേരം വേറൊരു സ്റ്റാഫ് വരികയാണ്. എന്നിട്ട് അവളെ കള്ളിന്ന് വിളിക്കുകയാണ്. നീ ഫുഡ് മോഷ്ടിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പക്ഷേ ഹീറോയിൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹീറോയിൻ നേരെ ചെല്ലുന്നത് അങ്കിളിന്റെ റൂമിലാണ്. ഇതിനുശേഷം ടിയാൻജിയിലെ ബോസിനെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങേരെ അവിടെ ഇരിക്കുന്ന നേരത്ത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. അപ്പൊ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ ബോസിനോട്. എന്നാൽ ഈ ബോസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ കൂളാക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതൊരു ഗെയിമാണ്, ആ ഗെയിമിനൊരു റൂളുണ്ട്. അപ്പൊ റൂള് തെറ്റിച്ചിട്ട് ഒരാളെ മാത്രം കോമയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് ബോസ് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അങ്കിളിന്റെ റൂമിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കണ്ടുപിടിക്കുകയാണ്. ആ ലാപ്ടോപ്പ് കണ്ടുപിടിച്ച ശേഷം അത് തുറന്നു നോക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ ചിന്തിക്കുകയാണ് ഒരു ഷെഫായിട്ടുള്ള അങ്കിളിന് എന്തിനാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ്. ഇതിനുശേഷം അതിനകത്ത് ഇട്ടേക്കുന്ന പാസ്വേഡ് അഴിച്ച് അത് അൺലോക്ക് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷെ പലതവണ അടിക്കുന്ന നേരത്തും അത് അൺലോക്ക് ആവുന്നില്ല. ഇതേ നേരം അങ്കിൾ റൂമിലോട്ട് നടന്നു വരുവാണ് കേട്ടോ. പക്ഷെ ഹീറോയിൻ റൂമിലിരുന്ന് പാസ്വേഡ് അടിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ കാണണ്ടേ. എന്നാൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.